കേരളത്തിൽ 4 കാലിലാണ് ചെറുപ്പക്കാർ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ദുര്യോഗമാണിത്. മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മയക്കുമരുന്ന് സുലഭമായി ലഭിക്കുന്നു. മദ്യത്തിരിയൊന്നുമല്ല, എല്ലായിടങ്ങളിലും മദ്യം സുലഭമാണ്. ഇത്തിരി കുറവുണ്ടോ എന്ന് തോന്നുന്നത് കൊണ്ട് ഗവൺമെന്റ് സ്വന്തം മദ്യം നിർമ്മിക്കാൻ വേണ്ടി പാലക്കാട് ഫാക്ടറി തുടങ്ങാനുള്ള തിടുക്കത്തിലാണ്. മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ ഗംഭീരമായ ഹബ്ബാണ് നമ്മുടെ കേരളം. കോടിക്കണക്കിന് രൂപയുടെ രാസമയക്കുമരുന്നുകൾ കേരളത്തിൽ ദിനംപ്രതിയെന്നോണം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുമക്കൾ മുതൽ വൃദ്ധർ വരെ അതിന്റെ അഡിക്റ്റുകളാകുന്നു. 4 ദിവസം മുന്നെയാണ് വളാഞ്ചേരിക്കാരനാകുന്ന നിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ചാനലിന്റെ മുന്നിൽ വന്ന് അരമണിക്കൂർ തന്റെ ജീവിത കഥ പറഞ്ഞത്. 23 വയസ്സുവരെ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത കുട്ടിയായിരുന്നു അവൻ. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവന്റെ കൂട്ടുകാരോടൊപ്പം കോഴിക്കോട് കടപ്പുറം കാണാൻ പോയി. മുംബൈയിലേക്കല്ല, റെഡ് സ്ട്രീറ്റിലേക്കല്ല, 25,000 ചില്ലാനം ഔദ്യോഗിക വേഷകൾ പ്രവർത്തിക്കുന്ന കൽക്കത്തയിലെ സോണാഗച്ചിയിലേക്കല്ല, നമ്മുടെ കോഴിക്കോട്ടേക്ക്. കടപ്പുറത്ത് കാറ്റും കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാർ അവനെ സമ്മർദ്ദം ചെലുത്തി. ഒരു നല്ല സാധനം ഉണ്ടൊന്ന് ഉപയോഗിച്ച് നോക്കിക്കൂടെ എന്നും പറഞ്ഞിട്ട് പരമാവധി ആ പയ്യൻ അതിൽ നിന്ന് മാറി നിന്നു. വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഒരു വട്ടം ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ച് അവർ പിറകെ കൂടിക്കൊണ്ടേയിരുന്നു. നല്ല ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞു. തന്റെ ജീവിതത്തിൽ ഏറ്റവും ദുർബലമായൊരു നിമിഷത്തിൽ ആ നിസാം ഒരിത്തിരി ആ സാധനം ഉപയോഗിക്കുന്നു, MDMA. ആ കുട്ടി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഒരൊറ്റ ഉപയോഗത്തോടു കൂടെ ഞാൻ അതിന്റെ അഡിക്റ്റായി മാറി. എനിക്കത് കിട്ടാതെ വയ്യാത്തൊരവസ്ഥ വന്നു. ഞാൻ വയനാട്ടിലേക്ക് പോയി, മേടിച്ചു കൊണ്ടുവന്നു. പലപ്പോഴും കൊച്ചിയിലേക്ക് പോയി, അവിടുന്ന് സാധനം എത്തിച്ചു. എല്ലാ ദിവസവും അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വന്നു. ആദ്യം 2000-നും 3000-നും തന്നിരുന്നവർ പിന്നെ 5000 ആക്കി, പിന്നെ 10000 ആക്കി. ഒരൊറ്റ ഉപയോഗത്തിന് 25,000 രൂപ വരെ ഞാൻ കൊടുക്കേണ്ടി വന്നു. കാരണം അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ഈ വിൽപ്പനക്കാർ മനസ്സിലാക്കി. എനിക്ക് പണം സ്വരൂപം കൂട്ടാൻ ഒരു മാർഗമല്ലാതെ വന്നു. ഇതാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ഞാൻ അതിന്റെ വിൽപ്പനക്കാരനായി. എന്നെ ശ്രവിക്കുന്ന ഉമ്മമാർ അറിയണം, എന്നെ ശ്രവിക്കുന്ന സഹോദരിമാരും രക്ഷിതാക്കളും അറിയണം. അവൻ അതിന്റെ വിൽപ്പനക്കാരനായി മാറിയപ്പോ അവനിൽ നിന്ന് ഈ MDMA എന്ന രാസമയക്കുമരുന്ന് വാങ്ങുന്ന ഡോക്ടർമാരുണ്ടായി. ദമ്പതികൾ വന്ന് വാങ്ങി, ഭാര്യയും ഭർത്താവും വന്ന് ഒന്നിച്ച് മേടിച്ചു കൊണ്ടുപോയി. അവനിൽ നിന്ന് സ്ഥിരമായി വാങ്ങുന്ന ചെറുപ്പക്കാരൻ ഒരു പെണ്ണുമായി വന്നു. സ്വാഭാവികമായി അവൻ ചോദിച്ചത് ഭാര്യയാണോ? അല്ല, പെങ്ങളാണെന്ന് പറഞ്ഞു. ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ച് വന്ന് MDMA വാങ്ങുന്ന ലോകം നമ്മുടെയൊക്കെ കാലത്ത്, നമ്മുടെയൊക്കെ പരിസരത്ത് സൃഷ്ടിക്കപ്പെട്ടു. എന്തൊരു വിഷമം! ഇതിന്റെ അടിസ്ഥാനം വരെ പോകാനും അതിന്റെ മൺസറാവുകളെ പൊക്കാനും ഇവിടെ സംവിധാനങ്ങളില്ല എന്ന് തോന്നുന്നു. മദ്യം പോരാത്തതിന് പിന്നെയും പിന്നെയും മദ്യശാലകളും മദ്യനിർമ്മാണ ഫാക്ടറികളും തുറക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ചാനലുകാരും മറ്റും അതിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മദ്യം ഒഴുകുന്നതല്ല അവരുടെ പ്രശ്നം. മയക്കുമരുന്നിന്റെ ഹബ്ബായി കേരളം മാറുന്നതല്ല അവരുടെ പ്രശ്നം. പണ്ടങ്ങാണ്ട് ആരൊക്കെയോ വിമർശിച്ചിട്ട ചില വിസർജ്യങ്ങൾ എടുത്തുകൊണ്ട് മരിച്ചുപോയാൽ സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞവര് ഇവിടെ വെച്ച് ഭയങ്കരമായ ചർച്ച നടത്തുകയാണ്. എന്നോ മരിച്ചുപോയാൽ സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴകൾ ഉണ്ടാവുമല്ലോ, സ്വർഗത്തിൽ ഹൂറികൾ ഉണ്ടാവുമല്ലോ. അവരുടെ ഭയങ്കര വിഷമപ്പതാണ്. കേരളം മൊത്തം മദ്യത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്, 4 കാലിൽ മാത്രം നടക്കാൻ കഴിയുന്ന തലമുറ രൂപപ്പെടുന്നത്, മാതാവും പിതാവിനെയും ഒരു ബന്ധവുമില്ലാത്ത, ഒരു ബാധ്യതയുമില്ലാത്ത, തൻ്റെ മയക്കുമരുന്നിന്റെ അന്തം വിട്ട ലോകത്ത് മാത്രം ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവുന്നത്. അതല്ല പ്രശ്നം. കൂട്ടായിട്ട് അതിനെതിരെ ശ്രമം നടത്തുന്നുണ്ടോ? ഇല്ല. പിന്നെ മരിച്ചുപോയ സ്വർഗത്തിൽ മദ്യപ്പുഴ ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇത്ര തലതിരിഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം. അവരുടെ കൂട്ടുകാരെ പരിശോധിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ 23-ാമത്തെ വചനത്തിൽ 2 കൈയും കടിച്ചിട്ട് പരലോകത്ത് വിഷണ്ണരായി വിലപിക്കുന്ന ഒരു ടീമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളിങ്ങനെ ഒയന്ന് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വിരല് കടിക്കുക. അല്ലാതെ ഒയന്ന് നിൽക്കുമ്പോൾ ഇത് 2 കൈയും കടിക്കുന്നതാണ്. യൗമയഉദ്ദുല്ലാലിമു അലാ യദൈഹി, 2 കൈയും കടിക്കും. അള്ളാന്റെ റസൂൽ പറഞ്ഞു തന്നതുപോലെ ജീവിച്ചാൽ എത്ര
എത്ര നന്നായിരുന്നുവെന്ന് അവർ വിലപിച്ചുകൊണ്ടിരിക്കും. യാ ഹസ്റത്ത, എന്തൊരു നഷ്ടം. ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എൻ്റെ കൂട്ടുകാരനെ, നന്നായ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്താൽ എത്ര നന്നായിരുന്നു. എന്നെ പഴപ്പിച്ച, കടപ്പുറത്തേക്ക് കാറ്റുകൊള്ളാൻ കൊണ്ടുപോയ ആ ഒരു ദുർബല നിമിഷത്തിൽ നിരന്തരമായി പ്രേരിപ്പിച്ച് MDMA അഡിക്റ്റാക്കി മാറ്റിയ ആ കൂട്ടുകാരനെ ഞാൻ എൻ്റെ സുഹൃത്തായി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. ഫഖദ് അളല്ലനി അൻ ദിക്രി ബഅദ ഇദ് ഹദാനി, സത്യം ബോധ്യപ്പെട്ടിട്ടും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും മദ്യം മനുഷ്യനെ നശിപ്പിക്കുമെന്ന ബോധമുണ്ടായിട്ടും ഞാൻ അവൻ്റെ ഷെറിൽ പെട്ടുപോയി എന്ന് രണ്ട് കൈയും കടിച്ച് വിലപിക്കുന്ന വളരെ സങ്കീർണമായ ഒരു നിമിഷത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട യുവാക്കളെ, ഒരൊറ്റ ദുർബല നിമിഷം മതി നമ്മുടെ ദുനിയാവും ആഖിറവും ഒന്നിച്ച് ബാത്തിലായി പോകാൻ. അത് ഹോസ്റ്റലിൽ നിന്ന് സംഭവിക്കാം, ടൂർ പോകുമ്പോൾ സംഭവിക്കാം, ഗാനമേളകളുടെ അവസാനം വെച്ച് ഗാനമേള 100% സക്സസ് ആയി എന്നതിന് തെളിവായി ഭയങ്കരമായ തല്ലും കസാരയേറും ട്യൂബ് പൊട്ടിക്കലൊക്കെ നടക്കുമ്പോൾ അതിനിടയിൽ സംഭവിക്കാം. ഒരൊറ്റ പ്രാവശ്യം MDMA എന്ന് പറയുന്ന സാധനം മൂക്കിലൂടെ അകത്തെത്തിക്കഴിഞ്ഞാൽ അതോടുകൂടെ അഡിക്റ്റായി എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അത് സംബന്ധമായി പഠനം നടത്തിയ വിദഗ്ധരൊക്കെ പറയുന്നത്. ഒരൊറ്റ പ്രാവശ്യം, കുറേ വലിച്ചുകൊണ്ടിരിക്കണ്ട. അത് മൂക്കിൽ ആരെങ്കിലും തേച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പോലും പറ്റൂല. കാരണം അതിന് സ്മെല്ലില്ല. വായിലൂടെ തന്നാലും അറിയില്ല, അതിന് ടേസ്റ്റും ഇല്ല. വെള്ളത്തിൽ കലക്കി തന്നാൽ അതുകൊണ്ട് കളറ് മാറൂല. ടേസ്റ്റും കളറും സ്മെല്ലും ഇല്ലാത്തൊരു സാധനം എങ്ങനെയും ആരെയും പറ്റിച്ച് അതിൻ്റെ അടിമയാക്കി മാറ്റാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവേണ്ടത്. പ്രസ്ഥാന ഭേദങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം കളയുന്നതിന് പകരം നമ്മുടെ ആത്യന്തികമായ യാത്രയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ പരലോകത്ത് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. പരലോകം എന്തിന്? സ്വന്തം ഉമ്മയെ അറുക്കുന്ന മോൻ രൂപപ്പെടാതിരിക്കാൻ നമ്മുടെ കുടുംബത്തിൽ എന്ത് വേണമെന്ന് ആലോചിക്കേണ്ടത്. നമ്മളോട് അള്ളാഹു അല്ലാതെ ചോദ്യം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഏത് വിദ്യാഭ്യാസവും നമുക്കാവും വിധം പഠിക്കാനുള്ള ആത്മീയ സൗകര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ഒത്ത സെന്ററിൽ വെച്ചാണ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത്. മഅദിൻ അക്കാദമി വല്ലാത്തൊരു അനുഗ്രഹം, നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റിയെടുത്ത സ്ഥാപനമാണത്. നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ മാറ്റി എഴുതിയ ഒരു മഹാപ്രസ്ഥാനമാണത്. കേവലം ഒരു സ്ഥാപനം എന്നതിൽ നിന്ന് ഒരു വടവൃക്ഷമായി വളർന്നു, പിന്നെ സമൂഹത്തിൻ്റെ ആശാകേന്ദ്രമായി മാറി, വ്യത്യസ്തങ്ങളായ പുരോഗമനാത്മകമായ ഇരുലോകത്തും വിജയത്തിന് പര്യാപ്തമായ നിരവധി സംരംഭങ്ങളുടെ സമുച്ചയം. അതിൻ്റെ ഒറ്റപ്പേരാണ് മഅദിൻ അക്കാദമി. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്നത്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ദൂരെ നിൽക്കുന്നവരല്ല എന്നെ ശ്രവിക്കുന്നവരാരും. മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചാണ് നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 10,000-ഓളം ആളുകളെ മദ്യത്തിൻ്റെ ഇരുണ്ട ഗർത്തത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ പുഷ്കലതയിലേക്ക് വലിച്ചു കൊണ്ടുവന്ന, നിരന്തരമായി പിറകെക്കൂടി അവരെ ജീവിതത്തിൻ്റെ വിജയ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ട നമ്മുടെ ഈ ലഹരി വിമുക്ത കേന്ദ്രം പോലും മഅദിനിൻ്റെ കീഴിലുണ്ട്. നിങ്ങളത് പരിചയപ്പെട്ടിട്ടുണ്ടാവും. ദൂരന്ന് കണ്ട പരിചയം എനിക്കുള്ളൂ, നിങ്ങൾ അനുഭവിച്ചവരായിരിക്കും. പക്ഷേ ഇത്തിരി പേരൊക്കെ അവിടെ കൊണ്ടുവന്നൊരനുഭവം എനിക്കുണ്ട്. കോട്ടയത്തുള്ള ഒരാൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ലേ, അദ്ദേഹത്തെ ഞാൻ ആ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അന്ന് ആ സ്ഥാപനം ഒരു അറ്റകുറ്റപ്പണിയുടെ കാരണത്താൽ ലീവിലായിരുന്നു, പൂട്ടിയിരിക്കുകയായിരുന്നു. തൽക്കാലം അങ്ങോട്ട് തന്നെ കോട്ടയത്തിലേക്ക് തന്നെ തിരിച്ചുവിടാം എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സങ്കടത്തോടുകൂടെ വിളിച്ചു പറഞ്ഞൊരു വാക്ക് എനിക്ക് മറക്കാൻ പറ്റണില്ല. ഉസ്താദേ, മൂപ്പരെങ്ങടെന്നെ വിടുകയാണെങ്കിൽ ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെ സ്ഥാപനം പൂട്ടിയത് അവർക്ക് അറിയേണ്ട കാര്യമില്ല. നിരന്തരമായി ശല്യം ചെയ്യുന്ന, മക്കളെ പീഡിപ്പിക്കുന്ന, ഒരു സ്വസ്ഥതയും തരാത്ത തൻ്റെ പ്രിയതമൻ നന്നായി കാണണമെന്ന സ്വപ്നത്തോടുകൂടെ യാത്രയച്ച ആ പെണ്ണിന് വെറും കൈയോടുകൂടെ പഴയ കോലത്തിൽ തന്നെ മൂപ്പരാളെ തിരിച്ചു പോണത് സഹിക്കാൻ വയ്യായിരുന്നു. ഒരൊറ്റ വാക്ക് പറഞ്ഞു, ഉസ്താദെ തിരിച്ചു വിട്ടാൽ ഞാൻ ആത്മഹത്യയോടെ എത്തുമ്പോഴേക്കെന്ന്. ഞാൻ പിന്നെയും മഅദിനിലേക്ക് തന്നെ വന്നു. ആ മനുഷ്യൻ ഇന്ന് കച്ചവടം നടത്തി അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റുന്നുണ്ട്.
ഇത് ഞാൻ കഥയിൽ വായിച്ചതല്ല, എൻ്റെ അനുഭവമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് എത്ര എത്താൻ പറ്റും, അവിടെയൊക്കെ എത്തിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോട് നന്നായിട്ട് ചോദ്യം ചെയ്യും. ഇവിടെ ഭൗതികമായ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ വിദ്യാഭ്യാസത്തിന് എതിരൊന്നുമല്ലാന്ന് നിങ്ങൾക്ക് അനുഭവം കൊണ്ട് തിരിഞ്ഞതാണ്, ബോധ്യപ്പെട്ടതാണ്. വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം, വേണ്ട വിധത്തിൽ തന്നെ നൽകണം. പക്ഷേ അതിന് ആത്മീകമായ പശ്ചാത്തലത്തിലായാൽ നമ്മുടെ മക്കൾ രക്ഷപ്പെടും, രണ്ട് ലോകത്തും അവർ വിജയികളാകും. പുതിയ ക്യാമ്പസുകളെ കുറിച്ച് എനിക്ക് പറയാൻ ധാരാളമുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പെൺമക്കളടക്കം നിരവധി പേർ മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാണ്. പുതിയ ക്യാമ്പസിൽ ക്യാൻറ്റീൻ നടത്തുന്ന ചില ആളുകളൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികൾ ചില പൊതികൾ കൊടുന്ന് പിടിക്കാൻ തരും. ആദ്യമൊന്നും ഞങ്ങൾ അത്ര പ്രത്യേകമായി ഗൗനിച്ചില്ല. പിന്നെ ഞങ്ങൾക്കൊരു സംശയം തോന്നി, തുറന്നു നോക്കുമ്പോൾ കഞ്ചാവായിരുന്നു എന്ന്. ആ ചെറുപ്പക്കാരൻ എറണാകുളത്ത് നിന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു സിഗരറ്റോ ഒരു ബീഡിയോ വലിക്കാത്തയാളാണ് ആയിരുന്നു. പക്ഷേ ഇവരുടെ ക്യാൻറ്റീനിൽ ഇവർക്ക് ഫുഡ് സപ്ലൈ ചെയ്ത് ഇവർ വലിച്ചൂതിയ പുകച്ചുരുളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എനിക്ക് ആ ബീഡി വലിക്കാതെ ഒരു നിമിഷം നിൽക്കാൻ പറ്റാതെയായി. ഞാനതിൻ്റെ അഡിക്റ്റായി. നിക്കോട്ടിനുള്ളിലേക്ക് പോകാതെ എനിക്ക് ബാലൻസ് തെറ്റി തുടങ്ങി. ഇതൊരു ക്യാമ്പസിന്റെ അവസ്ഥ ഒന്നുമല്ല, ഏതെങ്കിലും പ്രത്യേക ക്യാമ്പസിനെ ഉന്നം വെച്ച് ഞാൻ പറയുന്നതുമല്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ നാടുകളിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പരിസരത്തും നടക്കുന്നതെന്നും ദൂരെ നിന്ന് വീക്ഷിച്ചു നോക്കുക. വലിയ പ്രതീക്ഷകളുമായി മെട്രോ സിറ്റികളിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്നവർ അവരേത് ഹോസ്റ്റലിൽ പാർക്കുന്നു കൃത്യമായി അവർക്ക് ബോധം ഉണ്ടാവില്ല. എന്ത് കോഴ്സ് പഠിക്കുന്നു അതുപോലും അറിയില്ല. അവരുടെ ജീവിതം എന്താണ് അറിയില്ല. നന്നായിട്ട് ലാവിഷായിട്ട് അവർക്ക് പാറി പറക്കണം. ആണും പെണ്ണും ഭേദമില്ലാതെ അതിനുവേണ്ടി അവർ പണം സ്വരൂകൂട്ടാനുള്ള എല്ലാ പരിപാടികളും വൃത്തികേടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മുതല്ലിങ്ങളൊക്കെ പാടെ സാക്ഷി നിർത്തിയിട്ട് പണ്ഡിതന്മാരുടെ 2-3 നിരയും ബാക്കിൽ വെച്ചിട്ട് അത് വിസ്തരിച്ച് പറയാൻ എനിക്ക് വ്യക്തിപരമായി ചില പരിമിതികളുണ്ട്. പണം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടി അവർ നടത്തുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാകുന്നുണ്ടാകും. എന്നിട്ട് ഞങ്ങൾക്ക് വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുന്നു. കേരളത്തിലെ പെൺകുട്ടികളുടെ ഒരു ട്രെൻഡാണ് ഇപ്പം അത്. ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് അഡിക്റ്റുകളാണ്. വിവാഹം വേണ്ടാൻ തീരുമാനിക്കുക. എന്തേ കാര്യം? വിവാഹമൊക്കെ ആകുമ്പോൾ ചില നിയന്ത്രണങ്ങളൊക്കെ വേണ്ടി വരും. ഇത് അവർക്ക് ആടണം, പാടണം, പറക്കണം, ചേക്കേറണം, പണം സ്വരൂകൂട്ടണം. അതിനെന്തെങ്കിലുമൊക്കെ ഒരു മാർഗം വേണം. ലഹരിയുടെ മായാലോകത്ത് അവർക്ക് ചുറ്റിക്കറങ്ങണം, സങ്കല്പ ലോകത്ത് വിരാജിക്കണം. ഇതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ റെഡിയാണ്. ആക്ഷേപിക്കാനല്ലത് പറയുന്നത്. എൻ്റെ മുമ്പിൽ മക്കൾ നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധിയായ രക്ഷിതാക്കളുണ്ട്, പ്രത്യേകിച്ച് ഉമ്മമാരും സഹോദരിമാരുണ്ട്. എങ്ങനെയാവണം നമ്മുടെ മക്കൾ, അതിലേറെ എങ്ങനെയാവരുത് നമ്മുടെ മക്കൾ എന്നത് വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിരന്തരമായി അവരുടെ പിറകെ കൂടേണ്ടതുണ്ട്. അവരുമായുള്ള ബന്ധം നമ്മൾ ഊട്ടി വളർത്തേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചില അലസതകളുണ്ട്, നമ്മളതിനെ ന്യായം പറയും. അവനെ 5 വരെ മദ്രസക്ക് വിട്ടില്ലേ, 7ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചില്ലേ, ഇനി അവനായി അവൻ്റെ പാടായി എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കഴുകാൻ ശ്രമിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് അർഹതയില്ലെന്ന് മനസ്സിലാക്കണം. സയ്യിദ്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാപണ്ഡിതനാണ്. ഫിഖ്ഹ് അറിയുന്ന വലിയ 4 പണ്ഡിതന്മാർ, 4 അബ്ദുള്ളമാർ ചരിത്രത്തിലുണ്ട്. അതിൽ ശ്രദ്ധേയനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ. ഒരു ദിവസം നബിയോടൊത്തുള്ള യാത്രയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുതിര അള്ളാഹുവിന്റെ റസൂലിന്റെ കുതിരയുടെ മുന്നിലേക്ക് ഓടി അതിന്റെ മുന്നിലൂടെ അങ്ങോട്ട് പാഞ്ഞു പോകുന്നു. സയ്യിദ്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ എവിടെ നിന്നോ പെട്ടെന്ന് അവിടെ എത്തി ആ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് വട്ടം ചുറ്റിച്ച് ആ നിരയുടെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പണ്ഡിതനായ മുത്തബിഉസ്സുന്നയായ 4 മദ്ഹബുകൾ 4 അബ്ദുള്ളമാരിലേക്ക് ചെല്ലുന്നുവെന്നാണ് സൂക്ഷ്മമായ പഠനം. അതിലൊരു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന തന്റെ പുത്രനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലൂടെ കുതിരയോടിക്കാൻ, വാഹനം ഓടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്ന് ശക്തമായ ഭാഷയിൽ സയ്യിദ്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്. വിനയത്തോടുകൂടെ, ഭവ്യതയോടുകൂടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മറുപടി പറഞ്ഞു, പിതാവേ ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ഹബീബായ നബി തങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് എൻ്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യിപ്പിച്ചതല്ല. പരിശീലനം പൂർത്തിയാകാത്തൊരു കുതിരയാണ്, അതെന്റെ നിയന്ത്രണം ഭേദിച്ചോടിപ്പോയതാണ്.
എൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ അത് ഓടിപ്പോയതാണ്. സയ്യിദ്നാ ഉമർ ഫാറൂഖ് തങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കുതിരയും മറ്റു ജന്തുക്കളും ഇല്ല. അവിടുന്ന് തലതിരിച്ചുകൊണ്ട് കൊന്നു ബാക്കിലാക്കി വെച്ചു. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വലിയ പണ്ഡിതനായ തൻ്റെ മകനിൽ നിന്ന് ചെറിയൊരു അദബ് കേട് പോലെയുള്ളത് സംഭവിച്ചപ്പോ അവനെ ശക്തമായ ഭാഷയിൽ തിരുത്താൻ സയ്യിദ്നാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തയ്യാറാകുന്നു. ഇതാവണം നമ്മുടെ ജീവിതം. 5 കൊല്ലം മദ്രസ പഠിച്ചില്ല, ഇനി അവന്റെ പാടായി എന്ന് പറയരുത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, വാപ്പമാരെ, നമ്മുടെ മക്കളോടൊപ്പം ഒരു അരമണിക്കൂറെങ്കിലും ചേർന്നിരിക്കാനുള്ള സമയമെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണം ദിവസവും. അതുകൊണ്ട് അവരോടൊപ്പം ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. ആടിയാണോ വരുന്നത് എന്ന് അറിയാൻ പറ്റും. അവർ ഭക്ഷണം എടുത്തിട്ട് ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. സാധാരണ കാണുന്ന ഒരു ഭക്ഷ്യപദാർത്ഥത്തെ അവർ സൂക്ഷ്മമായി ഗവേഷണം നടത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഉള്ളിൽ എന്തോ ഒരു ലഹരി പെട്ടിട്ടുണ്ടെന്ന്. ഇതാദ്യമായി കണ്ണിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് വിഷമദ്യ ദുരന്തം, 100 പേരുടെ കാഴ്ച, 200 പേരുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ പേപ്പറിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിതാവിന്റെ മുഖത്തൊന്നും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കണുണ്ടേ ഉള്ളിൽ എന്തോന്ന് കുടുങ്ങിക്കണെന്ന് പറയണം. പണ്ടത്തെ പോലെ പ്രിയപ്പെട്ട ഉമ്മമാരെ കണ്ണ് ചുമന്ന് വരൂല. നല്ല ശക്തമായ ഐ ഡ്രോപ്സുകൾ കണ്ണ് ഡോക്ടർ പ്രത്യേകമായി പരിശോധിച്ച് എഴുതി കൊടുക്കുകയും അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ അത്ര ഡ്രോപ്പ്, അത്ര തുള്ളി മാത്രം കണ്ണിലുറ്റിക്കേണ്ട ആ സാധനം 8ഉം 10ഉം തുള്ളി ഇറ്റിച്ച് കണ്ണിന്റെ ചുമപ്പ് കഴുകിക്കളഞ്ഞാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. പഴയ പോലെ മദ്യത്തിന്റെ മണം വരൂല. 4ഉം 5ഉം വീതം ചുയിങ്കം തിന്ന് ആ മദ്യത്തിന്റെ മണത്തെ മൂടി വെച്ചാണ് അവർ കടന്നു വരുന്നത്. പിന്നെ നമുക്ക് ആകെ അറിയാനുള്ളൊരു മാർഗം അവരുടെ പ്രവൃത്തിയിൽ വല്ല മാറ്റം വന്നിട്ടുണ്ടോന്നാണ്. അതിന് നമ്മളവരൊറ്റൊരു ബന്ധമില്ലാതായാൽ, നമ്മളവരോടൊരു ബന്ധമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? അവരോടൊപ്പം ഇരിക്കണം, സംസാരിക്കണം, അവരുടെ സുഹൃത്തുക്കളെ കുറിച്ച് പഠിക്കണം, അവരെങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് നോക്കണം, അവരുടെ ജോലി എന്താണെന്ന് പ്രത്യേകമായി അന്വേഷിക്കണം. കൂടുതൽ അവരുടെ അധ്വാനത്തിനപ്പുറമുള്ള പണം അവരുടെ കയ്യിൽ വരുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ സൂക്ഷ്മമായി നമ്മുടെ മക്കളെ പിറകെ നടക്കാനും പരലോകത്ത് നമ്മളോടൊപ്പം സ്വർഗത്തിലെത്തുവോളം അവരെ പിന്തുടരാനും ബാധ്യസ്ഥരാണ് നമ്മൾ.